ഇപ്പോൾ ഞാനുള്ളത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ നാന്ദേഡ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അവിടെയുള്ള പ്രിയ സന്തോഷ് പാസ്റ്ററോട് ഒരുമിച്ച് ഞങ്ങൾ നാന്ദേഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. രാവിലെ 5 മണിയായി. നാന്ദേടുള്ള ഹസൂർ സാഹിബ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുമ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഇപ്പോഴും പുറത്ത് ആളുകൾ കിടക്കുന്നതും കൂടുതൽ സമയം രാത്രികാലങ്ങളിലൊക്കെ അവരവിടെ ചിലവിടുന്നതൊക്കെ കാണാം. തീരെ പൊടി കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ആളുകൾ ഇപ്പോഴും പുറത്തൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. അങ്ങനെ ഞങ്ങൾ നാന്ദേഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞു. 6 മണിയാകുമ്പോഴാണ് ഞങ്ങളുടെ ട്രെയിൻ വരുന്നത്. ഇവിടെ നിന്ന് ജൽന എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തേക്കാണ്. ഏകദേശം ഒരു 3-4 മണിക്കൂർ ട്രെയിനിലിരിക്കണം. നേരത്തെ തന്നെ റിസർവ് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റെല്ലാം കൺഫേമാണ്. കർത്താവിൻ്റെ പേരുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങളായിട്ട് പ്രിയ സന്തോഷ് പാസ്റ്റർ ഫാമിലിയായിട്ട് നാന്ദേഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരിക്കും. രാവിലെയാണെങ്കിലും വളരെ തിരക്കുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. നോർത്ത് ഇന്ത്യയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അറിയാമല്ലോ, അവിടെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര സുരക്ഷിതമായ ചില സമയങ്ങൾ കാണണമെന്നില്ല. അങ്ങനെ ഞങ്ങളുടെ സീറ്റിനടുത്തേക്ക് ചെന്നു. വലിയ തിരക്കൊന്നുമില്ല. ഞാൻ പ്രിയ സന്തോഷ് പാസ്റ്ററോട് കൂടെ യാത്ര ചെയ്യുന്ന സമയമായതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ചില കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മിഷൻ യാത്രയിലെ ചില അനുഭവങ്ങളൊക്കെ ഈ യാത്രയിൽ ചോദിച്ചറിയുന്നുണ്ട്. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പ്രിയ സന്തോഷ് പാസ്റ്റർ തൻ്റെ ആദ്യത്തെ മിഷൻ യാത്രകൾ നമ്മോടിപ്പോൾ പങ്കുവയ്ക്കുന്നതായിരിക്കും. പാസ്റ്റർ, യാത്രകൾ ഏത് സമയത്താണ് ആരംഭിക്കുന്നത്? അതുപോലെ തന്നെ മറക്കാനാകാത്ത ചില യാത്രകളൊക്കെ ഇത്രയും വർഷത്തോടനുബന്ധിച്ച് കാണും. എനിക്ക് തോന്നുന്നു പ്ലെയിനിലും ട്രെയിനിലും ബസ്സിലും അങ്ങനെ വിവിധ വാഹനങ്ങളിലൂടെ ദീർഘവർഷങ്ങളായിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറക്കാനാകാത്ത ചില യാത്രകൾ, അപ്പോൾ തന്നെ മിഷൻ യാത്രകൾ ഈ ഒരു വർഷമാണ് ആരംഭിച്ചത്. അത് ഇവിടെ ആരംഭിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? 1993 മാർച്ച് മാസം ആദ്യമായിട്ട് ഞാൻ ബീഹാറിൽ പാറ്റ്നയിൽ ഞാൻ കാൽ ചവിട്ടാനിടയായി. അന്ന് കൊച്ചിൻ പാറ്റ്ന എക്സ്പ്രസ്സിലാണ് ആദ്യമായിട്ട് പോകുന്നത്. അന്നേരം വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് പപ്പ ഒരു വാക്ക് പറഞ്ഞു. പപ്പ ജോലിയിലാണ്, ഷിപ്പിലായിരുന്നു. ആ സമയത്ത് പറഞ്ഞു, ബീഹാറിൽ നീ പോകുന്നത് സൂക്ഷിക്കണം, എവിടെ കൊലയാണ് എല്ലാ ദിവസവും നടക്കുന്നതെന്ന് പറഞ്ഞു. ഞാനത് വലിയ കാര്യമൊന്നും ആക്കിയില്ല. പക്ഷേ എൻ്റെ കണ്ണുകൊണ്ട് കാണാനിടയായ സംഭവം, എൻ്റെ ആ യാത്രയിൽ പാറ്റ്നയ്ക്ക് മുമ്പ് മുക്കമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വ്യക്തിയെ ആരൊക്കെയോ ഈ റോബ് ചെയ്യുന്നവർ, ലൂട്ട് ചെയ്യുന്നവർ വന്ന് കൊല ചെയ്ത് സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നതാണ് എൻ്റെ കണ്ണിൽ കാണാനിടയായി. ആ ഭീകരമായ അന്തരീക്ഷം കാണുമ്പോഴും എന്നെ ഒരിക്കലും അന്ന് പേടിപ്പെടുത്തിയില്ല. കാരണം ഐ വാസ് വിത്ത് എ പർപ്പസ്. ഞാനൊരു ദൈവീയ ഉദ്ദേശത്തോടെ, ആ ദൈവീയ വിളിയോടാണ് അവിടെ എത്തിച്ചേരുന്നത് കൊണ്ട് ഇതൊന്നും എന്നെ പിന്തിരിപ്പിക്കാൻ ഒരു സാഹചര്യത്തിനും കഴിയാതിരുന്നു. അവിടെ നിന്നും പാറ്റ്നയിൽ നിന്നും എന്നെ അങ്കിളിൻ്റേതായിട്ടുള്ള ടീം വന്ന് വാനിൽ എന്നെ കൊണ്ടുപോകുമായിരുന്നു 3 മണിക്കൂർ. അതാണ് ആദ്യത്തെ കേരളം വിട്ടുള്ള ഈ നോർത്ത് ഇന്ത്യയിലേക്കുള്ള യാത്ര വിത്ത് വിഷൻ. അതൊരിക്കലും മറക്കാൻ പറ്റുന്നില്ല. ബീഹാറിലെ ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതുപോലെ റിസർവേഷൻ എടുത്തോ അതുപോലുള്ളൊരവസ്ഥയിലല്ല. കാരണം നമുക്ക് ലോക്കൽ ട്രെയിനുകളാണ് ഏറ്റവും കൂടുതൽ. ആ ലോക്കൽ പാസഞ്ചർ ട്രെയിനുകളിൽ പലപ്പോഴും റഷ്ഡാണ്. അതിനകത്തിൽ ഒരു മറക്കാനാവാത്ത സംഭവം, മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ നോർത്ത് ബീഹാർ നേപ്പാൾ ബോർഡറിൽ റെക്സോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഡങ്കൻ ഹോസ്പിറ്റലുണ്ട്, മിഷൻ ഹോസ്പിറ്റൽ.
അവിടെ ഒരു രാത്രിയിൽ തിരിച്ചു വരേണ്ട, മുസഫർപൂറിലേക്ക് തിരിച്ചു വരേണ്ട ഒരവസ്ഥ വന്നപ്പം ബസ് സ്റ്റാൻഡിൽ പോയി. രാത്രി ട്രെയിനില്ലെന്നുള്ളതാണ് അറിവുണ്ടായിരുന്നത്. ബസ് സ്റ്റാൻഡിൽ പോയി. ഇതേതാണ്ട് 1997-98 കാലഘട്ടത്തിൽ. ആ സമയത്ത് അവിടുത്തെ സൈക്കിൾ റിക്ഷക്കാരോട് ചോദിച്ചു, ഇപ്പം ട്രെയിൻ വല്ലതും ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടുത്തെ അവസ്ഥകൾ അത്രയും അറിയില്ലായിരുന്നു. ഈ സൈക്കിൾ റിക്ഷക്കാർ നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ ഞാൻ സൈക്കിൾ റിക്ഷയിൽ കയറി അവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏതാണ്ടൊരു 3-4 കിലോമീറ്റർ പോകുന്ന സമയത്ത് ആ ഇട റോഡുകളുണ്ട്, ഇരുട്ട് നിറഞ്ഞതാണ്, സ്ട്രീറ്റ് ലൈറ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന സമയത്ത് ഇവർ പിടിച്ചുപറിക്കാരുമായിട്ടൊരു നല്ല ടൈപ്പില്ല. അന്നേരം അവിടെ ഒരു മേഖലയാണ് ആൾപ്പാർപ്പില്ലാത്തൊരു മേഖല വരുമ്പോൾ മറ്റവർ ഈ റിക്ഷാക്കാരനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കും. അവനെ ഒരു അടിയടിക്കും, അവനെ അവിടുന്ന് മാറ്റും. എന്നിട്ട് രാത്രിയിൽ അതുവഴി യാത്ര ചെയ്യുന്നവരുടെ പോക്കറ്റിലോ പേഴ്സിലോ അവരുടെ എന്തെല്ലാം പണമോ സമ്പത്തോ ഉണ്ടോ, സാമഗ്രിയോ ഉണ്ടോ, അത് മുഴുവൻ ലൂട്ട് ചെയ്തുകൊണ്ട് പോകും. അതിനെ എതിർത്താൽ ആ വ്യക്തി അവിടെ കൊന്നിട്ടിട്ട് അവർ പോകുന്ന. ഇവരെല്ലാം ആയുധധാരികളാണ്. ചെറിയ കൈത്തോക്കുകൾ ഇവരുടെ കയ്യിലുണ്ട്, മാരകമായിട്ടുള്ള വെപ്പൺസ് ഉണ്ട്. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ പോയി. എൻ്റെ കയ്യിൽ വലിയ പണമൊന്നുമില്ല, 300 രൂപ എങ്ങാണ്ടേ ഉള്ളായിരുന്നു. അതുമായിട്ട് എന്നെ തോക്കിൻ്റെ പോയിൻറ്റിൽ കൊണ്ടുവന്നിട്ട് എല്ലാം എടുക്കടാ, പേഴ്സും ഇതെല്ലാം എടുക്കടാ എന്ന് പറഞ്ഞ്, ആ സമയത്ത് ATM കാർഡില്ല, ആധാർ കാർഡില്ല, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും പൈസയോ പേപ്പറുകളോ ഒക്കെ ആയിരിക്കും, അതെല്ലാം എടുത്തു കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെല്ലാം ലൂട്ട് ചെയ്ത് പോയി കഴിയുമ്പം ഒരുമാതിരി ദുഃഖിതനായി അടി കൊണ്ടവനായിട്ട് ഈ റിക്ഷാക്കാരൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, റെയിൽവേ സ്റ്റേഷൻ്റെ RPF വിഭാഗത്തിൽ കൊണ്ടുപോയി അവിടെ ഈ കംപ്ലൈൻറ്റ് ചെയ്യുകയും ആ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ സ്നേഹമായി ഇടപെട്ട് രാത്രിയിൽ അവിടെ വിശ്രമിക്കുവാൻ, ആ പോലീസ് സ്റ്റേഷനിൽ വിശ്രമിക്കാനും രാവിലെ പോകാനുള്ള ടിക്കറ്റ് അവർ തന്നെ എടുത്തു തന്ന് ആ രാവിലെ 4:30 യാത്ര തുടങ്ങുവാനും ഇടയായിത്തീർന്ന ഒരനുഭവം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഒരു വിധത്തിലും ഒരു മാരഹാനി വരുത്താതെ, പ്രാണന് ക്ഷതമേൽപ്പിക്കാതെ സുരക്ഷിതമായി എന്നെ അവിടെ കർത്താവ് കാക്കാനിടയായി. പലരെയും കൊന്നു തള്ളിയ സംഭവങ്ങളാണ് ഓരോ ദിവസവും അവിടെ വെച്ച് കേൾക്കുവാനിടയായിത്തീർന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ദൈവത്തിനൊരു പദ്ധതി ഉള്ളതുകൊണ്ട് ശത്രുവിന് ഒരു രീതിയിലും നമ്മളെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് പിന്നെയും ഒരു ധൈര്യം കർത്താവ് ആ സമയത്ത് തരാനിടയായി. പ്രിയ പാസ്റ്റർ, അനുഭവങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് അവസാനം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ജൽന എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ നിന്ന് അടുത്തൊരു ഓട്ടോറിക്ഷ വിളിച്ച് വേണം ഞങ്ങൾ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. രാവിലെ ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഞങ്ങളുടെ കൂടെ 1-2 യുവദാസന്മാരുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹോട്ടലിൽ കയറി ചപ്പാത്തിയും ദാലും അങ്ങനെ 1-2 ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു. ഇരിക്കുന്ന സ്ഥലത്തൊക്കെ നോക്കി കഴിക്കാനേ പറ്റത്തുള്ളൂ. അടുക്കളയൊക്കെ നോക്കിയാൽ ചിലപ്പോൾ കഴിക്കാൻ തോന്നത്തില്ല. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ച് ആഹാരമൊക്കെ കഴിച്ച് പ്രിയമുള്ളവരെ, നമുക്ക് ഒരായുസേ ഉള്ളൂ. അത് എത്ര നാളുണ്ടെന്നും അറിയില്ല. അത്രയും നാളും നമ്മുടെ അരുമനാഥൻ്റെ വേലയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ്.